നമസ്കാരം. മൈൻഡ് വൈബ് എന്നതിൻ്റെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ആദ്യം ഞാനൊരു കഥയിൽ തുടങ്ങാം. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഒരു യാത്രയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ രീതിയിലുള്ള ഒരു പക്ഷിയെ ഒരാൾ സമ്മാനമായി കൊടുത്തു. വളരെ ആകർഷകമായ ഒരു പക്ഷിയായിരുന്നു. ആ പക്ഷിക്ക് നല്ല സൗന്ദര്യമുണ്ടായിരുന്നു. മാത്രമല്ല ആ പക്ഷി നല്ല പാട്ട് പാടുന്ന ഇനത്തിലുള്ള പക്ഷിയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ആ പക്ഷിയെ രാജാവ് വളരെയധികം സ്നേഹിച്ച് തൻ്റെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ വിശാലമായൊരു കൂട് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് വജ്രം പതിപ്പിച്ച കൂടായിരുന്നു. ആ കൂട്ടിൽ ആ പക്ഷിയെ പാർപ്പിച്ചു. മാത്രമോ തെളിനീരും പഴവർഗ്ഗങ്ങളും ഒക്കെ കൊടുത്തു. പക്ഷേ ഈ രാജാവ് ഈ പക്ഷിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ പക്ഷി ഒരിക്കൽ പോലും ചിറകടിച്ചൊന്ന് പറന്നില്ല. ആ പക്ഷി ഒരിക്കൽ പോലും ഒന്ന് പാടിയില്ല. എന്താണ് ആ പക്ഷി ചെയ്തത്? ആകാശത്തേക്ക് നോക്കി വിഷമത്തോടെ ഇങ്ങനെ ഇരുന്നു. ഇത് കണ്ട് ആ രാജാവ് പക്ഷിയോട് ചോദിച്ചു, അല്ലയോ പക്ഷി, ലോകത്തിലെ ഏറ്റവും വലിയ സൗകര്യമാണ് നിനക്ക് ഞാൻ തന്നിട്ടുള്ളത്. ഏറ്റവും നല്ലതും വിലകൂടിയതുമായ പഴങ്ങളും തെളിനീരുമാണ് നിനക്ക് തരുന്നത്. എന്നിട്ട് നീ എന്തേ ഒന്ന് സന്തോഷിക്കാത്തേ? നീ എന്തേ ചിറകടിച്ചൊന്ന് പറക്കാത്തത്? നീ എന്തേ ഒന്ന് പാടാത്തത്? ഇങ്ങനെ ചോദിച്ചു. ഇത് കേട്ടിട്ട് പക്ഷി മറുപടി പറഞ്ഞു, അല്ലയോ പ്രഭു, നിങ്ങളുടെ ഈ വിശാലമായ സ്വർണ്ണക്കൂട് എനിക്ക് സന്തോഷമില്ല. നിങ്ങൾ തന്ന സാദൃശ്യമായ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷമില്ല. ആ വിശാലമായ ആകാശത്തിലേക്ക് എനിക്കൊന്ന് പറന്ന് കടന്നു ചെല്ലണം. വിശാലമായ ആകാശത്തിനാണ് എനിക്ക് സൗന്ദര്യമുള്ളത്. എൻ്റെ ചിറകടിച്ച് ആ ആകാശത്തിലേക്ക് പറന്നു ചെല്ലുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഇത് കേട്ട രാജാവ് ആ പക്ഷിയെ തുറന്നു വിട്ടു എന്നാണ് കഥ അവസാനിക്കുമ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വർണ്ണ കൊട്ടാരത്തിൽ നമ്മൾ താമസിച്ചാലും പാലും പഴവും നമ്മൾ കഴിച്ചാലും അവിടെ നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതൊരു തടവറയായിട്ടാണ് മനുഷ്യരായ നമുക്കും അനുഭവപ്പെടുന്നത്, അല്ലേ? ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ശ്വാസത്തിൻ്റെയും പിന്നിൽ പാരതന്ത്ര്യത്തിൻ്റെ കമ്പികൾ തകർത്തെറിയാൻ വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച അനേകരുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏത് അധികാരവും എടുത്തുപയോഗിക്കാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിച്ച് നാം ജീവിക്കുക എന്നതാണ്. ആരോഗ്യകരമായ സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഭരണഘടനകളും ഒക്കെ നാം പഠിച്ചിരിക്കണം. അതനുസരിച്ച് മാത്രമേ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ പറ്റുള്ളൂ. 2, നാം പരസ്പരം ബഹുമാനിക്കുക, വൈവിധ്യങ്ങളെ മാനിക്കുക. നമ്മുടെ രാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അതിനെയൊക്കെ മാനിക്കുവാൻ നമ്മൾ പഠിക്കണം. 3, സോഷ്യൽ മീഡിയയിൽ കൂടി തെറ്റായത് പ്രചരിപ്പിക്കുവാൻ നാം നിൽക്കരുത്. സോഷ്യൽ മീഡിയയിലുള്ള സ്വാതന്ത്ര്യം നാം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുക.
4. നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നാം ഹാനീകരിക്കരുത്. ഒരാളുടെ ഉത്തരവാദിത്വവും അവകാശവും കൈകോർത്ത് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യമുള്ള സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് ആരോഗ്യകരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലാം. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ന് പല സമൂഹം സ്വാതന്ത്ര്യത്തിന് 2 തലങ്ങൾ വെച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഒരേ കാര്യം ചെയ്യുക എന്നതല്ല. എന്നാൽ എന്താണ് കുടുംബജീവിതത്തിലെ സ്വാതന്ത്ര്യം? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 2. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ തലത്തിലുള്ള ബഹുമാനമാണ്. അല്ലാതെ ഭർത്താവിന് വലിയ ബഹുമാനം, ഭാര്യയ്ക്ക് കുറച്ച് ബഹുമാനം, അങ്ങനെയല്ല. അതാണ് കുടുംബജീവിതത്തിൻ്റെ ഒരു ശരിയായ രീതി. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ജോൺ ഹോട്ട്മാൻ പറയുന്നത്, കുടുംബജീവിതത്തിലെ എപ്പോഴും 1:5 നിൽക്കണം. 1:5 ക്രിറ്റിസിസം ആൻഡ് അപ്രിസിയേഷൻ. ഒരാളെ 1 പ്രാവശ്യം കുറ്റം പറയുകയാണെങ്കിൽ 5 പ്രാവശ്യം നമ്മൾ അഭിനന്ദിച്ചിരിക്കണം. എപ്പോഴും അപ്രിസിയേഷൻ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരാളെ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിനന്ദിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആ പരസ്പര ബന്ധമാണ് വളരുന്നത്, കണക്ടിവിറ്റി വർദ്ധിക്കും. എന്നാൽ നമ്മൾ പ്രശംസിക്കുമ്പോൾ ഈഗോയാണ് വളരുന്നത്. വഴക്കുകളില്ലാത്ത ദാമ്പത്യമില്ല. എന്നാൽ ഒരു വഴക്ക് ഉണ്ടാകുമ്പോൾ 5 സ്നേഹമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യമുള്ള ദാമ്പത്യത്തിൽ. അതുപോലെ കുട്ടികളുടെ നല്ല കാര്യത്തിനു വേണ്ടി മാതാപിതാക്കൾക്ക് എത്രമാത്രം അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് നോക്കാം. കുട്ടികളെ നിയന്ത്രിക്കുകയല്ല, നമ്മൾ സ്നേഹത്തോടെ കുട്ടികൾക്ക് പരിധി വെക്കുക. 2. കുട്ടികളെ മാതാപിതാക്കൾ പറക്കാൻ പഠിപ്പിക്കണം. ഏതൊരു പ്രശ്നങ്ങളിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഏത് സമയത്തും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനോട് യോജിക്കുന്നവർ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.